ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിങ്ക് ട്രേഡിങ്ങിന് പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സുകളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മ്യൂച്വൽ ഫണ്ട്സ് ബൈ ചെയ്ത സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന്റെ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് പാർക്ക് ഹോട്ടൽസ് ആണ്. അപ്പോൾ കോണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ആണ് 12 ഫെബ്രുവരി ബൈ ചെയ്തിരിക്കുന്നത്. അവർ ബൈ ചെയ്തിരിക്കുന്ന റേറ്റ് ഏകദേശം 196 ലെവലാണ്. ഇനി നമുക്ക് അതിന്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊരു സപ്പോർട്ടിന്റെ അടുത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറി പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്സ് ആണ്. ഈ ഒരു ലെവലൊക്കെ വരെ പോവാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ച് റിവേഴ്സ് ചെയ്യേണ്ടത് നോക്കാം. റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടുന്ന് ഇനി ഒരു അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ബൈ എടുക്കാവുന്നതാണ് ഈ ഒരു സ്റ്റോക്സ് പാർക്ക് ഹോട്ടൽസ്. ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് 201 ലെവലാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് 196 ലെവലാണ് ബൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെവലൊക്കെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലെവലിൽ തന്നെ ബൈ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 മാസം മുതൽ 3 മാസം വരെയെങ്കിലും ഹോൾഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് ക്യാമ്പസ് ആണ്. അപ്പോൾ അത് 245 ലെവലിലാണ് SBI മ്യൂച്വൽ ഫണ്ട്സ് ബൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ലെവൽസ് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താഴേക്കും ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പസിൽ നമുക്കിനി എൻട്രി വരുന്നത് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു വയ്ക്കാം. അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിലും നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ലെവൽസ് നോക്കി വെച്ചേക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതേപോലെ മാർക്ക് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ വീക്ക്ലി ക്യാൻഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. ആ വീക്ക്ലി ക്യാൻഡിൽസ് നോക്കിയിട്ട് നമുക്ക് തന്നെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ലെവൽസ് നമ്മൾ മാക്സിമം ലോ തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഇവിടെ കണക്ട് ചെയ്ത് രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ ഒരു ലോ, ഈ രണ്ട് ലോ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഓപ്പണിംഗ് ക്യാൻഡലിന്റെ ഹൈ കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട് താഴേക്ക് വരാണെങ്കിൽ. അപ്പൊ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അതല്ല ഈ ഒരു ട്രെൻഡ് ലൈനാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ നമുക്ക് ആ ഒരു റീടെസ്റ്റിൽ തിരിച്ചു കയറുന്ന കണ്ടു കഴിഞ്ഞാൽ ബൈ എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ദേവയാനിയാണ്. ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ് ആണ്. അത് നിപ്പോൺ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ബൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു ട്രെൻഡ് ലൈൻ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. കാരണം ഇനി ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റ് വരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. തിരിച്ചു കയറി പോകാൻ ചാൻസ് ഉണ്ട്.
ഇതാണ് അടുത്ത റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഈ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ചു കയറാണെങ്കിൽ ബൈ എടുക്കാം. ഈ ഒരു ലെവൽ വരെ പോകാനൊക്കെ ചാൻസ് ഉള്ളതാണ് ദേവയാനി ഇന്റർനാഷണൽ. അപ്പോൾ ആ സ്റ്റോക്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്തത് ലൂമെക്സ് ടെക് ആണ്. അതും നിപ്പോൺ മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ് ബൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇവിടെയും മാർക്ക് ചെയ്യാം. ഇവിടെയും മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇത് ഒരു റെസിസ്റ്റൻസിന് അടുത്താണ് നിൽക്കുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഒരു ബൈ ചാൻസ് ആണെങ്കിൽ ബൈ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ചൊരു ബൈ ചാൻസ് കിട്ടി നോക്കാം. ബൈ കാണുകയാണെങ്കിൽ ബൈ എടുക്കാം. അത് തിരിച്ച് ഈ ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ബൈ ചാൻസ് ആണ് ഇപ്പോൾ ലൂമെക്സ് ഹോട്ടലിലുള്ളത്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആ റെസിസ്റ്റൻസിന് അടുത്താണ്. അത് ഫെയിൽ ആയില്ലെങ്കിൽ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടുന്ന് ബൈ എടുക്കാം. അതല്ല ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു സപ്പോർട്ട് ഉണ്ട് ഇവിടെ. ആ സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ചു കയറുന്ന കണ്ടു കഴിഞ്ഞാൽ ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഈ ലോയും കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹൈ കമ്പനി കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാം. ഇവിടുത്തെ ലോയും ഈ ഒരു ഹൈയിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും, പിന്നെ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് ആവാസ് ആണ്. അത് SBI മ്യൂച്വൽ ഫണ്ട്സ് ആണ് ബൈ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഇവിടുന്ന് താഴെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇവിടെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇനി നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു കയറാണെങ്കിൽ മാത്രം ബൈ എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് താഴേക്കാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് തിരിച്ചൊരു അപ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ചാൻസ് ആണ് ഇപ്പോൾ ആവാസിൽ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതേപോലെ തന്നെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ആ ട്രെൻഡ് ലൈൻ എപ്പോഴാണ് ബ്രേക്ക്ഔട്ട് നടക്കുന്നത് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സുകളൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് ബൈ ചെയ്ത സ്റ്റോക്സുകളാണ്. അടുത്ത് GR ഇൻഫ്രയാണ്. അപ്പോൾ GR ഇൻഫ്ര SBI മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ് ബൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഔട്ട് ഇപ്പൊ ഒരു ട്രെൻഡ് ലൈനിന്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നത്. രണ്ട് ട്രെൻഡ് ലൈനിന്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ താഴേക്ക് വരാണെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് അവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ബൈ എടുക്കാം. ഇനി ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് ആ ഒരു സമയത്തുള്ള ക്ലോസിംഗ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഔട്ട് ചെയ്ത ക്യാൻഡിൽ തന്നെ ബൈ എടുക്കരുത്. അടുത്തൊരു വീക്ക് കൂടി നമ്മൾ വീക്കിലി ക്യാൻഡിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീക്ക് കൂടി നമ്മൾ വാച്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് SBFC ആണ്. അത് IFE മ്യൂച്വൽ ഫണ്ട്സ് ആണ് ബൈ ചെയ്തിരിക്കുന്നത്. ഈ ഹൈകൾ നമ്മൾ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്.
അപ്പൊ ഇതിപ്പോ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഒരു ബൈ ചാൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു സ്റ്റോക്സുകളൊക്കെയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മ്യൂച്വൽ ഫണ്ട്സ് ബൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ബൈ ചെയ്ത റേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാർട്ടിൽ ഇതേപോലെ ട്രെൻഡ് ലൈൻ ഒക്കെ മാർക്ക് ചെയ്ത് മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ആ ലെവലിൽ ടച്ച് ചെയ്ത് ഇതേപോലെ വീണ്ടും ഒരു ബൈ ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 1-2 മാസങ്ങൾ ഹോൾഡ് ചെയ്താൽ തന്നെ നമ്മുടെ ഈ ടാർഗറ്റിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ ഇത് മ്യൂച്വൽ ഫണ്ട്സ് ബൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റോക്സുകൾ ഒരു അപ് ട്രെൻഡ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്സുകളൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിക്സ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.